ദൈവത്തെ ആരാധിക്കുകയാണ്. ആമേൻ. എവിടെയൊക്കെ ദൈവമക്കൾ എവിടെയൊക്കെ കൂടിയിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നമ്മളിന്ന് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമ്മൾ മനുഷ്യരാണ്. ആമേൻ. മനുഷ്യരായിരിക്കുന്ന നമ്മളാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് പേര് ദൈവത്തെ ആരാധിക്കാതെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ മനുഷ്യർ തോന്നിയതുപോലെയൊക്കെ നടക്കുന്നവരുടെ നടുവിലാണ് അനേകർ നടക്കുന്നത്. എന്നാൽ ആമേൻ, ഭൂതലമൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഭൂമിയും ആമേൻ അതിൻ്റെ പൂർണ്ണതയും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സസ്യലതാദികൾ, വൃക്ഷലതാദികൾ, മൃഗാദികൾ, ഇഴജാതികൾ, മത്സ്യാദികൾ, ഇഴജാതികൾ, ആമേൻ, പർവ്വജാതി എല്ലാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഭൂചര ജന്തുക്കളൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവരുടെ നടുവിൽ ആമേൻ നമ്മെയും കർത്താവ് വിളിച്ചു. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമ്മളും ലോകക്കാരുടെ നടുവിലായിരുന്നു. ആമേൻ. ലോകക്കാരുടെ നടുവിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് അറിയാത്തവരുടെ നടുവിലായിരുന്നു. എങ്കിലും കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ നാമത്തിൽ ആമേൻ നമ്മളെ നിർത്തിയിരിക്കുന്നവരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ കർത്താവ് മതിയ ദൈവമാണ്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലത്തിൽ കടന്നു വന്ന മുഴുവൻ പേരെയും ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വാഗതം പറയുന്നു. അതുപോലെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്ലെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബിന്ദു സിസ്റ്ററെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല മാതാവിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവി കുടുംബത്തെ ഓർത്ത് ദൈവത്തെ, ബ്ലസ്സി കുടുംബത്തെ ഓർത്ത് ആമേൻ, ഷാനു കുടുംബത്തെ ഓർത്ത് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദിവ്യ കുഞ്ഞുമകൻ ആമേൻ എല്ലാവരെയും പ്രത്യേകാൽ സാറിനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ജാടിയനെയും കുടുംബത്തെ ദൈവസന്നിധി താഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തി. ആമേൻ. ഇനി നമ്മളെ നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. നമ്മൾ എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. നമ്മൾ ആമേൻ ദൈവശക്തി പ്രാപിച്ച നാളുകളിൽ കർത്താവിനെ അനുഗമിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവശക്തി. ആമേൻ. ആ ശക്തി നമ്മൾ എത്ര പേർ പ്രാപിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ജീവിക്കും. ദൈവശക്തി പ്രാപിക്കാതിരുന്ന ലോകത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുകയാണെങ്കിൽ അധികം നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ആമേൻ. ആയതുകൊണ്ട് ദൈവശക്തിയിൽ ആമേൻ. നമ്മുടെ ഷാനുവിൻ്റെ മകള് കൊച്ചു കുഞ്ഞ് എത്ര സ്വന്തം നോക്കിക്കണ്ട, അവൻ എഴുന്നേൽക്കുകയാണ്. അവൻ ചാടി കുതിച്ച് എഴുന്നേൽക്കുന്ന കുഞ്ഞാണ്. അവൻ സന്തോഷിക്കുകയാണ്. അവൻ ദൈവമുഖത്തേക്ക് അവൻ നോക്കി ചിരിക്കുകയാണ്. സ്വതന്ത്രം. ആ കുഞ്ഞിനേക്ക് വരെ നമ്മളൊക്കെ ആയിരിക്കും തീരണം. നമ്മൾ മുതിർന്നവരാണ്, പാകതയുള്ളവരാണ്, പക്വതയുള്ളവരാണ്. എങ്കിൽ തന്നെ കർത്താവ് പറയുന്നത് നിങ്ങൾ ശിശുക്കളെപ്പോലെ ജനിക്കണം. അപ്പം ശിശു ചെയ്യുന്നത് എന്താണ്? ശിശുവിൻ്റെ അടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് പറയണം, കുഞ്ഞുമോനെ ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കടാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഒന്ന് നൃത്തം ചെയ്യുക ആരാധിക്കടാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഒന്ന് ഓടിച്ചാടി ദൈവത്തെ ആരാധിക്കടാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശിശുക്കളെ, എൻ്റെ അടുക്കൽ വരുവാൻ ആരും തടുക്കരുത്. ദൈവരാജ്യം ഇപ്രകാരമുള്ളവരുടേതല്ലോ എന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. അന്ന് പകൽക്കാലത്തിൽ ശിശുക്കളെ പോലെ ആമയാണ് നമ്മളെല്ലാവരും കേട്ടോ. നമ്മൾ മുതിർന്നു പോയി എങ്കിൽ തന്നെയും നമ്മൾ ശിശുക്കളാണ്. ആമേൻ. നമ്മൾ ശിശുക്കളാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. ആമേൻ. നമ്മൾ വിശ്വാസമാണ്. ആമേൻ. നമ്മുടെ ദൈവം തല. നമ്മൾ ആത്മീയമായി വളരുന്ന ശിശുക്കളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പേരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നുകൂടി സ്വാഗതം പറയുന്നു. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടയല്ലേ? ഒന്നാമത്തെ സങ്കീർത്തനം നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ പല ആത്മീയ ചിന്തകളും നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലത്തിൽ ആമേന് സ്തോത്രം ഒന്നാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത്. അതിൻ്റെ ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6ാമത്തെ വചനമാകുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത്തെ സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അടിയനോട് പലതരത്തിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങോട്ട് വരുമ്പോൾ ആമേൻ ഞാൻ ദൈവാത്മാവ് എന്നെയും പിന്നെയും വ്യതിചലിപ്പിച്ച് ആമേൻ റൂട്ടുകൾ മാറ്റി എന്നെ ഇന്നലെ രാത്രി കൊണ്ട് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ എന്നെ ഒതുക്കിയത് ദൈവം. ഹല്ലേലൂയ. നമ്മളെ എല്ലാവരെയും ദൈവം ഒതുക്കും. ഹല്ലേലൂയ. ഒതുങ്ങാത്തൊരു ദൈവസന്നിധിയിൽ ഒതുങ്ങാത്തൊരാരും ഇല്ല.
എത്ര കാട്ടുപോത്തായിരുന്നാലും എത്ര കടുവയായിരുന്നാലും ആമേൻ ആമേൻ നമ്മളെ ദൈവം ഒതുക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവജനം എന്താ പറയുന്നത്? ആമേൻ ആമേൻ കുഞ്ഞുകുട്ടികൾ ആമേൻ കടുവയുടെയും കളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹത്തോടുകൂടെയും കടുവയോടുകൂടെയൊക്കെ കളിക്കും. അവർ ഒന്നിച്ച് ചെയ്യും. അണലിയുടെ പൊത്തിൽ അവർ കൈയിടും. അണലി ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ മൃഗത്തോട്, വലിയ ഹംസമൃഗത്തോടുകൂടെ ആമേൻ തുള്ളിച്ചാടി കളിക്കും. അതൊന്നും ചെയ്യത്തില്ല. ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവമാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ആമേൻ യെശയ്യാ പ്രവാചക പുസ്തകങ്ങൾ എങ്ങനെ നമ്മളെ ആമേൻ നമുക്കെതിരായി നിൽക്കുന്നതിനെയും നമ്മളെ ഇണക്കുമെന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ എല്ലാം താഴ്മ ധരിച്ച് ആമേൻ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുമെന്നുള്ളതാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെ നമ്മളിവിടെ 1-ാമത്തെ സങ്കീർത്തനത്തിലൂടെയും നമ്മൾ വായ്പനിടയെത്തുന്നത് 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനമാണ്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എന്നെഴുതിയിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയാകുന്ന ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യഹോവ നീതിമാന്മാരുടെ വഴിയുന്നത് അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ അതേപോലെ ദുഷ്ടന്മാരുടെ വഴിയും അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ ക്രിസ്തീയ ചരിത്ര പുസ്തകമാകുന്ന ബൈബിള് ചരിത്രത്തിൽ ആദ്യം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ നീതിമാനെയും ദുഷ്ടന്മാരെയും അതിൻ്റെ ആദിയോട് അന്തത്തോളം കാണുവാൻ കഴിയും. ഈ ചരിത്രത്തിൽ, ബൈബിൾ ചരിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നീതിമാനെയും ദുഷ്ടനെയും കാണുവാൻ കഴിയും. നീതിമാൻ എന്ന് പറയുന്ന ആരാകുന്നു? നമ്മുടെ കർത്താവായ യേശുവിനെ, നമ്മുടെ ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയാകുന്നു. അതിലെ ദൈവപിതാവാകുന്ന ദൈവം, അവൻ്റെ പുത്രനായ ക്രിസ്തു, അവനാകുന്നു നമ്മുടെ ദൈവം, നീതിമാനായ ദൈവം. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടനെ കുറിച്ച് പറഞ്ഞ സാത്താനെ കുറിച്ചാണ് ദുഷ്ടൻ എന്ന് പറയുന്നത്. ആമേൻ ആമേൻ. എന്നാൽ ആ ദുഷ്ടൻ ലോകത്തെ വാഴുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ഈ ഭൂതലമൊക്കെയും അതിൻ്റെ പൂർണ്ണതയൊക്കെയും ദൈവത്തിൻ്റെ ഇതാകുന്നു. എന്നാൽ ഈ ലോകം കാഴ്ചയാലുള്ളത് ഒക്കെയും ആമേൻ സാത്താൻ ആമേൻ ഭരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആമേൻ ആമേൻ ഒരു വലിയ ദൈവശക്തിയുടെ നിഴലിൽ നമ്മളൊക്കെ നിൽക്കുന്ന വിശ്വാസികളായിട്ട് ആമേൻ ഇവിടെ പറഞ്ഞത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. നീതിമാന്മാരെന്ന് നമ്മൾ പഠിച്ചത് ഹല്ലേലൂയ അറിയാവുന്നവരൊന്നും ഇപ്പോൾ പറഞ്ഞു കളയരുത്. നീതിമാൻ എന്ന് പറയുന്ന ആരെയാണ് നീതിമാൻ എന്ന് പറയുന്നത്? നീതിമാനെന്ന് ആരെയാകുന്നു പറയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ ദുഷ്ടനെന്ന് പറയും. നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നീതിമാൻ. അവനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ നീതിമാനായ ആമേൻ ദൈവത്തിൽ, ആ ജീവനുള്ള ദൈവത്തിൽ, എന്നുമെന്നേക്കുമുള്ള ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ലോകം. ആമേൻ. ദൈവം പറഞ്ഞെന്താണ്? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവഇഷ്ടം എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക. അതാകുന്നു ദൈവ ഇഷ്ടം. അത് എന്നേക്കും നിലനിൽക്കും. ഭക്തൻ പറയുന്നത് സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഏതൊക്കെ വ്യാധിയോ ആദിയോ എന്തൊക്കെ തന്നെ കയറി വന്നാലും അനങ്ങാതെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനങ്ങാതിരിക്കുന്ന സൃഷ്ടികളെക്കുറിച്ച് യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. യോബിൻ്റെ പുസ്തകം ഒന്നെടുത്ത് വായിച്ചാട്ടെ. ആ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓർപ്പിച്ചത് കൊണ്ടാണ്. അതിൻ്റെ 42-ാമത്തെ വചനത്തിൽ, 42 തന്നെയാണ് യോബിൻ്റെ പുസ്തകത്തിൽ യഹോവയുടെ സൃഷ്ടി. എന്താ സിസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ, അതൊന്ന് ദിവസം എടുത്ത വചനം. അത്
യോവിന്റെ പുസ്തകം ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടിയെ ആർക്കും തൊടാൻ സാധിക്കില്ലെന്നാണ് ആ വചനം പറയുന്നത്. അതിന്റെ ഹല്ലേലൂയ. 41 വായിച്ച 41 മുതൽ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ? അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ? സാവധാന വാക്ക് നിന്നോട് പറയുമോ? അതിനെ എന്നും ദാസനാക്കി കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ? മതി. അവിടെ 2 ജീവികളെ കുറിച്ച്, ദൈവസൃഷ്ടിയുടെ 2 ജീവികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 മഹാനക്രം, 2 നദീഹയം എന്ന് പറയുന്ന 2 ഒരു വലിയ ദൈവസൃഷ്ടി. അതിനെ ആർക്കും തൊടുവാൻ സാധ്യമല്ല. മഹാനക്രത്തെയും നദീഹയത്തെയും, അങ്ങനെ 2 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. അപ്രകാരമാകുന്നു അതിനെ തൊടുന്നത് അസാധ്യം. അതിനെ തൊട്ടാൽ പോര് തിട്ടം. അതുകൊണ്ട് ദൈവമക്കളെ തൊടുന്നവർക്ക് പോര് തിട്ടം. ദൈവമക്കളെ തൊടുന്നവരെ ദൈവം തൊടും. ഹല്ലേലൂയ. തൊടുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 1-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ നീതിമാന്മാരെ അങ്ങനെയാണ് ദൈവം സൂക്ഷിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് തളർന്നു പോകത്തില്ല, വീഴത്തില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകത്തില്ല. അവൻ പിന്നെയും ശക്തിയെ പുതുക്കി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിച്ച് ശക്തിയെ പുതുക്കി പിന്നെ എഴുന്നേറ്റു. എന്നാൽ ദുഷ്ടന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്രയെന്നാണ്. ഹല്ലേലൂയ. ഇവിടെ പറയപ്പെടുന്നത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ആമേൻ. ഇവിടെ ദൈവം പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും, എന്നേക്കും നിലനിൽക്കുവൻ. ആമേൻ. ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും ദൈവം അറിയുന്നു. ദുഷ്ടന്മാരുടെ വഴി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവം പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 1-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നിൽക്കാതെയും എന്ന് പറയുകയാണ്. 1-ാമത്തെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. മതി. സ്തോത്രം. അങ്ങനെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കാൻ നമുക്ക് വ്യവസ്ഥിതിയില്ല. ദൈവമക്കൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലോകപ്രകാരം ലോക ആചാര അനുഷ്ഠാനങ്ങളെ ഏർപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലിരിക്കാൻ വകുപ്പില്ല. അങ്ങനെ നമ്മൾ ഇടകലർന്നാൽ അവരുടെ പാഠങ്ങൾ പഠിച്ചിട്ട് അവരോടുകൂടി നമ്മൾ ഇടകലർന്ന് നമ്മൾ നാശത്തിലേക്ക് പോകുവാനിടയെത്തീരും. എന്നാൽ ദൈവമക്കൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വഴി വേറെയാണ്. അവരുടെ വഴികളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അത്ര സുഗമമായ പാതയല്ലെങ്കിൽ തന്നെയും നിലനിൽപ്പുണ്ട് അവരുടെ. അവർ വീണു പോകത്തില്ല, തളർന്നു പോകത്തില്ല, രോഗിയായാൽ നഷ്ടപ്പെട്ടു പോകത്തില്ല, അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. ആയതുകൊണ്ട് ദുഷ്ടന്മാരുടെ വഴികളിൽ നടക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയുകയാണ്. ക്രൈസ്തവരോട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? നീതിമാനാകുന്ന ദൈവം ആദാവിനെയും ഔവയെയും സൃഷ്ടിച്ചു, അവരെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നു.
തന്നെ അനുഗമിക്കുവാനും തന്നെ അനുസരിക്കുവാനും തൻ്റെ വേല തികയ്ക്കുവാനും വേണ്ടി അവരെ ഏദൻ തോട്ടത്തിലാക്കി. അവർക്ക് നല്ലത് ചെയ്തത് നമ്മുടെ ദൈവം. അവർ എന്നും എന്നേക്കും ശാശ്വതമായി ജീവിക്കണമെന്ന് ദൈവം അവർ ആഗ്രഹിച്ചു. തന്നിൽ വിശ്വസിച്ചു, തന്നെ അനുഗമിച്ചു, തന്നെ അനുസരിച്ച്. എന്നാൽ ആമേൻ നമ്മുടെ പിതാവായ ആദാവിനെയും അവയുടെ അടുക്കല് സാത്താൻ കടന്നു വന്നു, ദുഷ്ടൻ കടന്നു വന്നു. ഹല്ലേലൂയ! കടന്നു വന്നു അവരെ ഉപദേശിപ്പാനിടയായി തീർന്നു. ദൈവോപദേശിച്ച് എന്താകുന്നു? നിങ്ങൾ തോട്ടത്തില് മരിക്കാതിരിക്കേണ്ട തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കാതിരിക്കേണ്ട തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്. എന്നാൽ ആമേൻ ദുഷ്ടൻ വന്ന് പറഞ്ഞത് എന്താകുന്നു? ദുഷ്ടൻ പറഞ്ഞത് നിങ്ങൾ തോട്ടത്തിലെ വൃക്ഷഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിക്കത്തൊന്നുമില്ല, തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണൊക്കെ തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവം അങ്ങനെ പറഞ്ഞ്, ദൈവം അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ദുരാലോചന പറയുവാനിടയെ തീർന്നു. ഹല്ലേലൂയ! ആമേൻ. അവിടെ ദുഷ്ടൻ ദുരാലോചന പറയുവാനിടയെ തീർന്നു. ആ ദുരാലോചന കേട്ടത് നിമിത്തമാകുന്നു മനുഷ്യൻ്റെ നല്ല ജീവിതം ആമേൻ കെട്ടുപോകുവാനിടയെ തീർന്നെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ആ ദുഷ്ടന്റെ ആലോചന കേട്ടത് കൊണ്ടാകുന്നു. ദുഷ്ടന്റെ ആലോചന നിമിത്തം ദൈവം പറഞ്ഞെന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളുപറക്കാരെ നീ അന്യമേൽ അധ്വാനിച്ചാൽ 100 മേൽ ലഭിക്കത്തില്ല, 160 ലഭിക്കത്തിൻ്റെ. ഉള്ളും പറക്കാരെ മുളയ്ക്കും. നീ വേദനയോടെ സ്ത്രീയോട് പറഞ്ഞ്, നീ വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് കൂടിയാകും. പുരുഷനോട് പറഞ്ഞെന്താണ്? ദൈവ മനുഷ്യനോട് പറഞ്ഞതാണ്, നീ വയലിൽ വിയർപ്പോടെ നീ അധ്വാനിക്കും. ഈ കഷ്ടപ്പാടുകളൊക്കെ വന്നത് ദുഷ്ടന്റെ ആലോചന കേട്ട നിമിത്തമാണ്. ഹല്ലേലൂയ! ഇവിടെ ഒന്നാമത്തെ അങ്ങനെ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ, മാനുഷിക ജീവിതത്തിൽ വരുവാനിടയെ തീർന്നത്. പിന്നെയും ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഹല്ലേലൂയ! മനുഷ്യ ജീവിതത്തിൽ അവിടെ ആ ഉൽപ്പത്തിയിൽ ആദാമിൻ്റെ അവയുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നന്മ പ്രാപിക്കേണ്ടതായിരുന്നു. ആ ചരിത്രം മുതൽ, ആ കാലം മുതൽ അങ്ങനെ ദുഷ്ടന്റെ ആലോചന കേട്ട നിമിത്തം നമുക്ക് എല്ലാം നഷ്ടമായി. വളരെ കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയെ തീർന്നു. നമ്മൾ നോഹയല്ല ഹല്ലേലൂയ, യോനയുടെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കിയാലോ? യോനയുടെ ജീവിതത്തിൽ എന്തായിരുന്നു? യോനയെ ദൈവം ഹല്ലേലൂയ നിനവയിലേക്ക് അയച്ചു. എന്നാൽ അവൻ തർസീസിലേക്ക് പോയി. ദൈവത്തിന്റെ വഴി വിട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ കഷ്ടവും നഷ്ടവും വന്നു. അവന്റെ ജീവിതത്തിൽ അവനെ ദൈവം എടുത്തങ്ങ് കടലിലെറിഞ്ഞു. അല്ലേ? യോനയുടെ ജീവിതത്തിൽ യോനയെ കടലിലെടുത്തെറിഞ്ഞു. ദൈവന് ആരെയും മുഖപക്ഷമൊന്നുമില്ല. ദൈവസൃഷ്ടി ആരായിരുന്നാലും ദൈവത്തെ അനുസരിക്കാതെ ദുഷ്ടന്റെ ആലോചന കേട്ട് ലോകപ്രകാരം മുൻപോട്ട് പോകുന്ന എല്ലാവരെയും ദൈവം ആരെയും പ്രവാചകനെന്നോ പ്രഭാഷകനെന്നോ മകനെന്നോ മകളെന്നോ ഒന്നും നോക്കത്തില്ല. യോന ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനാണ്. യോനയെ എടുത്ത് ദൈവം ഒന്നും ആദരിക്കാതെ എടുത്ത് കടലിലെറിഞ്ഞു. യോന കടലിൽ കിടന്ന് ഹല്ലേലൂയ മത്സ്യത്തിന്റെ അകത്ത് കിടന്ന് പെട്ടു. അവിടെ കിടന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന്. ഞാൻ തെറ്റിപ്പോയി, ദൈവത്തിന്റെ വഴി തെറ്റിപ്പോയി. ഹല്ലേലൂയ! വിളിച്ചപേക്ഷിച്ചാണ് അവൻ രക്ഷപ്പെടുവാനിടയെ തീർന്നത്. യോന ദൈവത്തിന്റെ പുരുഷനായിരുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുവാനിടയെ, അവൻ കര കാണുവാനിടയെ തീർന്നു. എന്നാൽ ദുഷ്ടന്മാരോ അങ്ങനെയല്ല. ലോകപ്രകാരം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവഭയമില്ല. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ലോകപ്രകാരം തിന്നും കുടിച്ചു ആനന്ദിച്ചു നടക്കുന്ന ഒരു അനുഭവമാണ് ദുഷ്ടന്മാരുടെ ജീവിതം. ആയതുകൊണ്ട് ദൈവം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് പറയുകയാണ്. സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായം
ആമേൻ. അതിന്റെ 16 മുതൽ 17 വചനം ഒന്ന് വായിച്ചാലും മകളെ ഒന്ന്. എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല, ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ആമേൻ. ദുഷ്ടന്മാരുടെ ആലോചന ദൈവത്തോട് അകന്നിരിക്കുന്നവയാണ്. ദൈവവിശ്വാസത്തിന് യോഗ്യതയുള്ളതല്ല. അത് ലോകപര ദൈവത്തെ വിട്ട് അകത്തിക്കളയുന്ന, അവൻ മനുഷ്യനെയും ദൈവത്തെയും അകത്തിക്കളയുന്ന ഒന്നാണ് എന്നാണ് ദൈവം അവിടെ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകും, അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര അവർക്ക് ഒരുപാട് വേദന, സ്വോത്രം, വേദന കൊടുക്കും, വേദനിക്കും. ദുഷ്ടന്മാരുടെ. എന്നാൽ നീതിമാനായിരുന്നാലോ നീതിമാന് കഷ്ടം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. യോബിനെ നമ്മൾ നോക്കിയാൽ യോബ് വളരെ ഭക്തനായിരുന്നു, ഇല്ലേ? നിഷ്കളങ്കനും നീതിമാനും ഭക്തനും ദോഷമിട്ടാൽ അകന്നവനുമായിരുന്നു. യോബിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നില്ലേ? നാശനഷ്ടം വന്നില്ലേ? എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു നീതിമാനായിരുന്നത് കൊണ്ട് ദൈവം അവന്റെ നഷ്ടങ്ങളെയെല്ലാം അവൻ ലാഭമാക്കി തീർത്തു. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ നീതിമാന്മാരായിരിക്കുക, നീതിമാന്മാരുടെ വഴിയിൽ ജീവിക്കുക എന്ന് ദൈവം അന്ന് വചനം പറയണ. എന്നാൽ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലൂടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-15 വചനങ്ങൾ 16 വചനങ്ങൾ വായിച്ചാട്ട് മകളെ എന്ന് വായിച്ചാലും ബൈക്കിൽ കൂടെ വായിച്ചാലും സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16, 17. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ദുഷ്ടന്മാരുടെ പാത നമുക്കൊരിക്കലും ഗുണകരമായിട്ടുള്ളതല്ല. ലോകപ്രകാരം ഇമ്പമുള്ളതാണ്, ലോകപ്രകാരം കേൾക്കുവാനും. ആമേൻ. ലോകപ്രകാരം ലോകപ്രകാരം നോക്കുമ്പോൾ ആമേൻ കാഴ്ചയാല് കൊള്ളാം, അനുഗമിക്കുവാൻ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നും. മൈക്കിൽ കൂടെ മാറ്റിച്ചു മൈക്ക്. ആമേൻ. എന്നാൽ ലോകപ്രകാരം നമ്മൾ ജീവിച്ചാൽ ആമേൻ അതിന്റെ പര്യവസാനം ആമേൻ ദുഃഖം മാത്രമേ. നമ്മൾ ദൈവഹിത പ്രകാരം ജീവിക്കണം, ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കണം. നമ്മളെ വായിച്ചാലും തുറന്ന് വായിച്ചാലും അവിടെ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ ലോകം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമുള്ളതാണ്, ദുർജനത്തിന്റെ വഴിയാണ്. അവര് തിന്നും കുടിച്ചും ആനന്ദിച്ചും ആമേൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. നമ്മളൊക്കെ മനുഷ്യരാണ്, ജഡമോഹം ഇല്ലാത്ത ആരുമില്ല. പ്രൈസലോ. നമ്മുടെ ജീവിതത്തില്, ഓരോ മനുഷ്യരുടെ ജീവിതത്തില് മോഹമുണ്ട്, ഇല്ലെന്ന് പറയുന്നുണ്ടോ? ഒരു ഭക്തൻ പറയുന്നു, ഞാൻ അപ്പോൾ അത് മോഹം ലോകപ്രകാരമാകാം, ദൈവവും ഇതപ്രകാരമാകാം. ഭക്തനിലേക്ക് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ എൻ്റെ കർത്താവിനെ മോഹിച്ച് ദാഹിച്ചു പോകുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ ഉള്ളം മോഹിച്ച് എൻ്റെ കർത്താവിനെ മോഹിച്ച് ദാഹിച്ച് പോകുന്നു. അത് ഏതു തരത്തിലും നമുക്കാവാം. എന്നാൽ ലോകപ്രകാരമായി പോയാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അത് പാപികളുടെ വഴിയാണ്, ദുഷ്ടന്റെ വഴി എന്ന് പറയുന്നത്. മകളെ വായിച്ചാലും അതിനോട് അകന്നു നിൽക്കുക. ദുഷ്ടന്മാരുടെ വഴിയിൽ നിന്ന് നമ്മൾ അകന്നു നീതിമാരുടെ ദൈവവിശ്വാസത്തിൽ ദൈവത്തിൽ നടക്കുക എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോക. അവർ ദോഷം ലോകത്തിന്റെ വഴി എപ്പോഴും ദോഷമുള്ളതാണ്, വഴുവഴുപ്പുള്ളത്, രക്ഷപ്പെടത്തില്ല. നമുക്ക് പെട്ടെന്ന് അടുത്ത് നമുക്ക് രസകരമായിട്ട് തോന്നും, നമ്മളെല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ചിലതൊക്കെ തോന്നും. നമ്മുടെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരാണ്. പിന്നെ അതിൻ്റെ പര്യവസാനം വളരെ കയ്പിൻ്റെതായിരിക്കും, വളരെ കയ്പായിരിക്കും. നമ്മൾ പിന്നെ ദൈവസന്നിധിയിൽ നോക്കുമ്പോൾ പിന്നെ ദൈവം നമ്മളെ ചേർക്കത്തില്ല. ദൈവം നമ്മൾ ആരെയും നോക്കാതെ എടുത്തങ്ങ് ദൂരെ എറിഞ്ഞളയും.
പ്രൈസ് ദി ലോർഡ്. ആദാവും ഹവ്വയെ ആദരിച്ച നമ്മള് പ്രവാചകന്മാരെ, പ്രൈസ് ദി ലോർഡ്, ആരെയായിരുന്നാലും ദൈവം എടുത്തെറിയും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വായിച്ചാലും അങ്ങനെയാണ്. സദൃശവാക്യങ്ങൾ 1:10 മുതൽ ചില വചനം വായിച്ചാട്ടെ. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ, പാപികൾ, അവിടെ പാപികൾ, ഇവിടെ നമ്മള് ലോകം പാപികളുടെ പാപികൾ ഒരുപാട് വശീകരിക്കാൻ വേണ്ടി ഉണ്ട്. പാപികൾ നമുക്ക് എഴുതാം, അങ്ങോട്ട് പോവാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ വിളിക്കുക ഒരുപാട് പേരുണ്ട് ലോകപ്രകാരം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും സന്തോഷിച്ചില്ലേ, പിന്നെ എപ്പോഴും സന്തോഷിക്കാനുള്ളത്? എല്ലാവർക്കും സന്തോഷിക്കാം. സന്തോഷത്തിന് ദൈവവും വഴിയൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ലോകപ്രകാരം നമ്മൾ പോകരുത്, ദൈവഹിതപ്രകാരം നമ്മൾ പോകണം. ദൈവം അവിടെയും നമ്മുടെ ദൈവ വഴിയിലും സന്തോഷം നിരവധി വച്ചിട്ടുണ്ട്. ദൈവഹിതപ്രകാരം നമ്മൾ പോകണമെന്നാണ്. വായിച്ചാലും മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു അവരുടെ വഴിക്ക് പോകരുത്. എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ. സദൃശവാക്യങ്ങളുടെ ആണ് അത്, നമ്മുടെ പാതയ്ക്ക് ദീപമാണ്. അത് ശ്രദ്ധിച്ചു കൊള്ളണം, നിങ്ങളത് മുറുകെ പിടിച്ചു കൊള്ളണം. ആമേൻ. വായിച്ചാലും ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്ക, നിർദോഷിയെ കാരണം കൂടാതെ, ദോഷമില്ലാത്തവനെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക, പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. ലോകക്കാരോട് കൂടെ നടന്ന് ലോകപ്രകാരമുള്ളത് ചെയ്ത് ഹല്ലേലൂയ, നമുക്ക് സമാംശം കിട്ടും, നമുക്ക് സഞ്ചിയൊന്നായിരിക്കും, നമുക്ക് വിലയേറിയ സമ്പാദ്യമൊക്കെയും ലോകത്തിൽ നിന്ന് നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വഴിവിട്ട് ദുഷ്ടന്മാരുടെ വഴിയിൽ ദുഷ്ടൻ പറയുന്ന ഉപദേശപ്രകാരം നമ്മൾ പോകരുത്. നമുക്കല്പം എരുക്ക പശലുണ്ടാകും. അങ്ങനെ പോകാതിരുന്നാൽ നമ്മൾ സ്വജനത്തിന്റെ വഴിയിൽ നടക്കണമെന്നാണ്. സ്വജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളുടെ വഴിയിൽ നമ്മൾ നടക്കണമെന്നാണ് ദൈവജനം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ 1-ാമത്തെ സങ്കീർത്തനത്തില് അതിന്റെ 2-ാമത്തെ വചനം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുകയാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാഗ്യവാൻ എന്ന് പറയുന്നു. സങ്കീർത്തനം 112:1 വായിച്ചാലും മകളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ആമേൻ, ആമേൻ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറയാം, ആമേൻ, നമ്മുടെ ദൈവത്തിനൊരു ന്യായപ്രമാണമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെ ന്യായപ്രമാണമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം. ലോകത്തിന് ആമേൻ, ആമേൻ, ലോകത്തിനും ഒരു പ്രമാണമുണ്ട്, എന്നാൽ ദൈവത്തിനും പ്രമാണമുണ്ട്. ദൈവത്തിന്റെ പ്രമാണം ലോകത്തിന്റെ പ്രമാണമാക്കി വയ്ക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണം ദൈവത്തിൻ്റെത്. അത് ന്യായപ്രമാണം, ന്യായമായുള്ളതാണ്. എന്നാൽ ലോകത്തിന്റെ ആമേൻ പ്രമാണമോ അത് മാനുഷികമായുള്ളത്. ലോകത്തിന്റെ പ്രമാണം കർത്താവ് പലപ്പോഴായി പറയുന്നു, നിങ്ങൾ മാനുഷിക കൽപ്പന പഠിപ്പിക്കുന്നത് എന്നെ വൃഥാവായിട്ട്. അത് മാനുഷിക കൽപ്പന. ദൈവകൽപ്പന വേറെ, മാനുഷിക കൽപ്പന വേറെ. ദൈവകൽപ്പനയും മാനുഷിക കൽപ്പനയും ചേർന്ന് വരുന്നില്ല. അതെല്ലാം രണ്ടും നമ്മുടെ തോട്ടത്തിനകത്ത് തന്നെ ഉണ്ട്. ഏതാണ് മാനുഷികം, ഏതാണ് ദൈവികം എന്ന് ചിലപ്പോഴൊക്കെ തിരിച്ചറിയാനോ സാധിക്കത്തില്ല. ആമേൻ. മാനുഷികം പഠിപ്പിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചനയാണത്. ആമേൻ. എന്നാൽ യഥാർത്ഥ വഴി പഠിപ്പിക്കുന്നത് ദൈവിക ഉപദേശമാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ഇവിടെ പറയുന്നത്, 2-ാമത് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ആമേൻ. നമ്മൾ യഹോവയുടെ ന്യായപ്രമാണമാണ്, അതല്ലാതെ ലോകത്തിൻ്റെ പ്രമാണമല്ല. ദൈവത്തിൻ്റെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. അവൻ ഭാഗ്യവാനായിരിക്കും.
ആമേൻ. അവൻ അതിനെക്കുറിച്ച് എന്താ പറയുക? അവൻ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും തൈ പോലെയും ഇരിക്കും. യഹോവ ഭക്തനാകുന്ന മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവനെ കുറിച്ചാകുന്നു. മകളെ വായിച്ചാലും ഞാൻ വായിച്ച് പറഞ്ഞ 112:1 സ്തുതിപ്പേൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കൽപ്പനകൾ, ആമേൻ ആമേൻ. അവിടെ പറയണം, അവന്റെ കൽപ്പന മാനുഷികമല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. ലോകത്തിൽ മാനുഷികമുണ്ട്, മാനുഷികമല്ല. നമ്മൾ ദൈവശബ്ദം തന്നെ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അത് മനുഷ്യനെ വിട്ടൊഴിഞ്ഞതാണ്. മാനുഷികമാകുന്ന ദുരാലോചനകളെ വിട്ടൊഴിഞ്ഞതാണ് ദൈവീകം. ആമേൻ. വായിച്ചെന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നോക്കിക്കേ, നമ്മുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കണമെന്നാണ്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ സഭായോഗങ്ങളിൽ അനവധി പലയിടത്തൊക്കെ ഞാൻ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴായി പ്രതിപാദിക്കുന്ന, പഠിപ്പിക്കുന്ന ആലോചനകൾ മാനുഷികമോ ദൈവികമോ എന്ന് തിരിച്ചറിയാതെ അനേകർ ഉഴഞ്ഞും ഹല്ലേലൂയ പേടിച്ചും എന്താകുന്നു ഏതാകുന്നു ചഞ്ചലിച്ചും ഒക്കെ പോകുന്ന നിമിഷങ്ങളുടെ നടുവിലാണ് അനേക സഭകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചാലും മോളെ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ, യഹോവ ഭക്തന്റെ, ദൈവഭക്തന്റെ, ദൈവവചനം അനുസരിക്കുന്നവന്റെ, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവന്റെ സന്തതി ബലപ്പെട്ടിരിക്കുമല്ലേ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നതിനെ സദൃശവാക്യം ഇങ്ങനെ നിരവധി എഴുതിയിട്ടൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ദൈവഭക്തനായിരുന്നാൽ മാത്രമേ, ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ മാത്രമേ, ദൈവത്തിൽ വിശ്വസിച്ച് അവനോടുകൂടെ നടന്നാൽ മാത്രമേ ഇതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ലോകക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ചുറ്റി നിൽക്കുന്നത്. അവരോട് കൂടെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനിടയിൽ തീരും. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിലും തോന്നിയിട്ടുമില്ല വലിയ നന്മകളാണ് ഒരുക്കി വെച്ചത്. അതുകൊണ്ട് നമ്മളായിട്ട് ഒന്നും തിരഞ്ഞെടുക്കാൻ നിൽക്കരുത്. ലോകത്തിൻ്റെ വഴി നിൽക്കരുത്. നമ്മൾ ഒന്ന് ഒഴിഞ്ഞു പോയാൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിക്കും. ഉറപ്പുണ്ടോ ദൈവങ്ങളെ? വിശ്വാസം ഉണ്ടോ? നമുക്ക് ലഭിക്കും. നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയിൽ തങ്ങത്തില്ല, നമുക്ക് തന്നെ വരും, ഓട്ടോമാറ്റിക്കലായിട്ട് വരും. ആമേൻ. ഇത് അത്ഭുതം തന്നെയാണ്, അതിശയം തന്നെയാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ആ അനുഭവത്തുള്ളവരാണ്. ഇസ്രായേൽ മക്കള് സങ്കീർത്തനം 119 1 മുതൽ 3 വരെ വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാന്മാർ. മതി. സ്തോത്രം. അങ്ങനെ ഒരുപാട് ഭാഗ്യവർണ്ണനങ്ങൾ അങ്ങനെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ ദൈവഭക്തൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തെ അനുഗമിക്കുന്നവൻ, ദൈവത്തോടുകൂടെ നടക്കുന്നവൻ, ഹല്ലേലൂയ, ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവനെ കുറിച്ച് ദൈവം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് പറയുകയാണ്. ദൈവഭക്തന്റെ കാര്യം, ദൈവത്തെ അനുസരിക്കുന്ന അവന്റെ കാര്യങ്ങളൊക്കെ സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും സാധിക്കാതിരിക്കുന്നത്
ദൈവവഴിയിൽ നടക്കുന്നില്ല. നടക്കാതിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് നോക്കിക്കേ, എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നുണ്ടെങ്കിലും തന്നെയും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പ്രവൃത്തിയിലേക്ക് വരണം. പ്രവൃത്തിയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ചത്തതെന്നാണ് പറയുന്നത്. നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് വരണം. ആമേൻ. പ്രവൃത്തിയാണ്, പ്രവൃത്തി വേണം. സ്തോത്രം. പൊട്ടുമുക്കലെടുത്ത് പറച്ചിൽ മാത്രമേ കാണുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രിമാര് മനുഷ്യന്മാരെ കുറിച്ച് യേശു എന്താ പറയുന്നത്? വലിയ ലോഡുകളെ, ചുമടുകളെ കെട്ടി മറ്റുള്ളവരുടെ തലയ്ക്ക് പുറത്ത് വെച്ചു കൊടുക്കുന്നത്, അവരതിൽ തൊടുന്നത് പോലുമില്ല എന്ന് പറയുന്നത്. ലോഡ് കയറ്റി വെക്കാൻ എളുപ്പം, ആമേൻ, അവരെ തൊടുന്നില്ല. ആമേൻ, ആമേൻ. നമ്മൾ പ്രവൃത്തിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവം പറയുന്നു, സാധ്യമാക്കുന്നവണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തരുന്നവനാണ്. സങ്കീർത്തന 1-2 വചനം വേഗത്തിൽ നമുക്ക് വായിച്ച് പെട്ടെന്ന് നമുക്ക് വിരാം കൊടുക്കാം. ഒരുപാട് വചനങ്ങളാണ് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെയൊക്കെ നമ്മൾ രുചിച്ച് അനുഭവിച്ച് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം പറയുകയാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാൽ 46:4 വായിച്ചാലും മകളെ. സങ്കീർത്തന പുസ്തകം 46:4. ഒരു നദിയുണ്ട്. അവിടെ പറയുന്നത്, ആമേൻ, ഇവിടെ അവൻ ആറ്റരിക്ക് നട്ടിരിക്കും, തക്കകാലത്ത് ഫലം കയ്യില പാടാത്ത വൃക്ഷപരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളെ കുറിച്ച് പറയുന്നത്, അവിടെ പറയുന്നത് ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. അവിടെ പറയപ്പെടുന്നത്, ആമേൻ, ഒരു നദിയുണ്ട്. ഏത് നദിയാണ്? ആത്മനദി, ജീവനദി, ജീവന്റെ ഉറവ് കുറിച്ചാണ് പറയുന്നത്. ആത്മാവിന്റെ നദിയെക്കുറിച്ചാണ്. ഒരു നദിയുണ്ട്. അത് ദൈവപർവ്വതത്തെ, ദൈവസന്നിധി ദൈവമക്കളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് കുടിക്കണം. ഹല്ലേലൂയ. ഏത് ഞെരുക്കത്തിലും ഏലിയാവിന്റെ ജീവിതത്തില് ഒരു തോട് അവന് ഒരുക്കി കൊടുത്ത ദൈവം. ഇസ്രായേൽ മുഴുവൻ കഷ്ടത്തിലായപ്പോൾ, ദൈവത്തിൻ്റെ വഴി വിട്ടപ്പോഴാകുന്നു, ദൈവത്തിൻ്റെ വഴിവിട്ട് ലോകപ്രകാരം ഇസ്രായേൽ ജീവിക്കാൻ തയ്യാറായപ്പോഴാകുന്നു, ആമേൻ, ദൈവം അവിടെ മഴയും മഞ്ഞൊക്കെ, ആമേൻ, ബ്ലോക്ക് ചെയ്തിട്ട്, ഹല്ലേലൂയ, ഏലിയാവിന് മാത്രം ഒരു തോട് തുറന്നു കൊടുത്ത്. ഇസ്രായേലിൽ മൊത്തം തോടുകൾ വറ്റിയപ്പോൾ ഏലിയാവിന് മാത്രം ഒരു തോട്, കെരീത്ത്. ആ തോടിൻ്റെ പേരെന്താണ്? പറഞ്ഞാൽ കെരീത്ത് തോട്. ആമേൻ. അവിടെ അത് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഏതെങ്കിലും വരെയാണ്. ഇവിടെ ഒരു തോടുണ്ട്. അത്, ആമേൻ, ആ തോട്ടിൽ നിന്ന് കുടിക്കണം. എലിയാവിനോട് പറഞ്ഞത്, ഈ തോട്ടിൽ നിന്ന് കുടിക്കണം, കാക്ക നിനക്ക് ആഹാരം തരുമെന്ന് പറയണ്ടേ തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഈ നദി നമ്മളെ ഓരോരുത്തരെ സന്തോഷിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മളെ നിത്യമായി നടത്തി രക്ഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ യെഹെസ്കേൽ 47:12 വായിച്ചാലും മകളെ. ദൈവഭാവ് ഇപ്രകാരം പറയുകയാണ്. യെഹെസ്കേൽ, ആമേൻ, 47:12. യെഹെസ്കേൽ 47:12. പ്രൈസ് ദി ലോർഡ്. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള, തിന്മാൻ അവിടെ പറയുന്ന നദീതീരത്ത്, ദൈവത്തിന്റെ നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള തക്കതായ ഫലം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോട് എന്താ പറഞ്ഞ? ഞാൻ നിനക്ക് തക്കതായ തുണയെ തരും. ഓരോരുത്തരും തക്കതായത് ദൈവം ഒരുക്കുന്നത്. ആമേൻ. തക്കതല്ലാതായിരിക്കും പോകുന്നത്, അത് പിശാചിന്റെ ഇടപെടൽ നിമിത്തമാണ്. പിശാചിന്റെ ഇടപെടൽ നിമിത്തം തക്കതല്ലാതായിത്തീരുന്നു. ദൈവം പറഞ്ഞാൽ ഞാൻ എനിക്ക് തക്കതായത് തരും. നിങ്ങളുടെ ദൈവാസിയെ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവാസിയുടെ കാര്യത്തിൽ ശാരീരികമായി ഇത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എങ്കിലും ഞാനിങ്ങനെ നടക്കുന്നു, എന്നോട് കൂടെ അവൾ നടക്കുന്നുണ്ട്, അവൾ എന്നെ അനുഗമിക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവസഭയിലായാലും നിങ്ങളുടെ നടുവിലായിരുന്നാലും, ആമേൻ, ദൈവ ഇഷ്ടം പോലെ ഞാൻ പറയുന്നത് പോലെയൊക്കെ കേട്ട് അവൾ അനുസരിക്കുന്നുണ്ട്, എന്നെ മർദ്ദലിക്കുന്നില്ല. അവളൊരു തക്കതായ തുണയാണ്. തക്കതായ തുണയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വരും, ഭാരം വരും, വേദനയിൽ വരും. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം എന്ന് പറയുകയാണ്.
ഹല്ലേലൂയ. വായിച്ചാലും മകളെ, ആ വായിച്ചത് തന്നെയാണ്. സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല. ദൈവസന്നിധിയിൽ നമ്മളുണ്ടോ, നമ്മുടെ ജീവിതത്തില് നമ്മൾ വാടിപ്പോകത്തില്ല. പലപ്പോഴും ഈ ലോകനിമിത്തം കുറച്ച് ക്ഷീണമൊക്കെ വരും. ലോകം അങ്ങനെ, ലോകം നമുക്ക് അനുകൂലമല്ല. ഹല്ലേലൂയ. ലോകത്തിൽ കഷ്ടമുണ്ട് മക്കളെ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആര് പറഞ്ഞു? യേശു പറഞ്ഞൊരു കാര്യമാണ്. കഷ്ടമുണ്ട്. നമ്മൾ ധൈര്യപ്പെടണം. നമ്മൾ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും സന്തോഷകരമല്ല നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. വേഗത്തിൽ ഞാൻ 1-2 വചനങ്ങൾ വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇരമ്യാവിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചാലും മകളെ, ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 വായിച്ചാലും അവിടെ വേഗത്തിൽ 1-2 വചനങ്ങൾ വേഗത്തിൽ വായിച്ച് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും പാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്. ആമേൻ. എല്ലാ കാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഫലവത്തായിരിക്കും. ഹല്ലേലൂയ. ദൈവ മനുഷ്യൻ അങ്ങനെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ോട് ഞാൻ വേഗത്തിൽ അങ്ങ് വിരാമം കൊടുക്കാൻ ആദ്യമായിട്ട് ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ ദൈവസേനയിലെ ദൈവങ്ങളോട് പറയുവാനുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അതിനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയപ്പെടുന്ന അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് പറയുകയാണ്. ആമേൻ. ദൈവപുരുഷന്റെ കാര്യമെല്ലാം സാധ്യം. ദൈവപുരുഷനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉറപ്പ്. നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ, വിശ്വാസത്തോടു കൂടെ ഒരു മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും. ഒരു വ്യാധിയോട് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസത്താൽ വീരൻ ജയം പ്രാപിക്കുമെന്നാണ്. നമ്മൾ വിശ്വാസ വീരന്മാരായിരിക്കണം. നമ്മൾ ക്ഷീണിച്ചവരെ പോലെ, കുഴഞ്ഞവരെ പോലെ ആയി പോകരുത്. നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. യോശുവയോട് പറഞ്ഞൊരു കാര്യമാണ്. യോശുവയോട് ഇസ്രായേല് മിസ്രൈമിൽ കടന്നു വന്ന് മരുഭൂമിയിലൂടെ കനാലിലേക്ക് പോവുകയാണ്. അനേകര് അങ്ങനെ കടന്നു പോകുന്ന യാത്രാമധ്യേ ഇസ്രായേൽ മക്കള് ഒരുപാട് പേരെ ക്ഷീണിച്ചു പോയി, തളർന്നുപോയി. തങ്ങളുടെ വിശ്വാസം പോയി. ആയവരെ നയിക്കുന്നതാണ് മോശയുടെ കാലശേഷം യോശുവ നടത്തുവാനിടയായി. യോശുവയെ ദൈവം ശക്തിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പലരും ക്ഷീണിച്ചു പോയിരിക്കാം, പലരും തളർന്നു പോയിരിക്കാം, പലരും പുറകോട്ട് ഓടി മിസ്രൈമിലേക്ക് മടങ്ങിയും പോകാമെന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷെ നീ തളർന്നു പോകരുത്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. എൻ്റെ മക്കൾക്ക് ഞാൻ അവകാശമായി കൊടുക്കുവാൻ ഒരുക്കി വെച്ചിരുന്ന കനാൻ നീ അവർക്ക് അവകാശമാക്കി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് മോശയ്ക്ക് ശേഷം ആമേൻ യോശുവ അവരെ നടത്തുവാനിടയിൽ തീർന്നു. ആമേൻ. അവിടെ മോശ അവിടെ ദൈവത്തിൻ്റെ മക്കൾക്ക് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് ദൈവം എന്ന് പറയുകയാണ്. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് കാര്യം സാധിക്കും എന്ന് പറയണം. ഇവിടെ 4 പറയുന്ന ദുഷ്ടന്മാരുടെ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതർ പോലെ അത്രേ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, നീതിമാന്മാരെ പോലെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതർ. ദുഷ്ടന്മാരെന്ന് പറയുന്ന ആരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ഇവിടെ ഉണ്ടോ? കുഞ്ഞുങ്ങളെ ഇവിടെ ഉണ്ടോ? ദുഷ്ടൻ എന്ന് പറഞ്ഞ ഇവൻ പറയട ആരെന്ന്. ദുഷ്ടൻ എന്ന് പറഞ്ഞ ആരാകുന്നു? സാത്താൻ. ഓക്കെ, സാത്താൻ തന്നെയാണ്. കുഞ്ഞുകൂടെ ഉണ്ട്. ദുഷ്ടൻ സാത്താൻ തന്നെയാണ്. ആ സാത്താന്റെ ആലോചന പ്രകാരം നടക്കരുതെന്നാണ് പറയുന്നത്. ദൈവിക ആലോചനകൾ കേട്ടനുസരിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കണമെന്ന് ദൈവം പറയുന്നു. ആമേൻ. ദുഷ്ടന്മാരുടെ ആലോചന കേട്ടാൽ കാറ്റ് പാറ്റുന്ന പതിർ പോലെ നമ്മളായിട്ട് പറപ്പിച്ചിട്ട് അങ്ങിട്ട് ഒരിടവും വേര് കാണൂല. വേരുണ്ടെങ്കിലേ വൃക്ഷം ഫലം കായ്ക്കത്തുള്ളൂ.
വേരില്ലെങ്കിൽ ഫലം കായ്ക്കത്തില്ല. അതുകൊണ്ട് ദുഷ്ടൻ്റെ ആലോചന ഒന്നും കേൾക്കാൻ ഒരുപാട് ദുഷ്ടന്മാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ വിളിക്കും. അങ്ങ് ഓടാനും ചാടാനും നിൽക്കരുത്. ആമേൻ. ഹല്ലേലൂയ. വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസം എന്ന വേര് ആഴത്തിൽ വേരൂന്നി ദൈവസഭയ്ക്കകത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം എന്ന കർത്താവ് നമ്മളെ ഫലവത്താക്കി തീർക്കും. വിശ്വസിക്കുന്നുണ്ടോ? നമ്മളെ വേരുകളെ ആഴത്തിലേക്ക് കൊണ്ടുചെന്ന് നമ്മളെ ഫലവത്താക്കി തീർക്കും. നേരെ മറിച്ച് നമ്മൾ വിശ്വാസത്തിൽ ആമേൻ പിശാചിൻ്റെ സാത്താൻ്റെ ആലോചന, ദുഷ്ടൻ്റെ ആലോചന കേൾക്കുകയാണെങ്കിൽ ആമേൻ നമ്മളെ വേരില്ലാതെ പറപ്പിച്ച് ഭൂതലത്തൊക്കെയും കൊണ്ടുപോയി ഇല്ലാതാക്കി കളയും, നശിപ്പിച്ച് കളയും. നമ്മൾ നന്മയൊക്കെ നശിച്ചു പോകാനിടയിൽ തീരും. ആമേൻ. തുടർന്ന് പറയുന്ന, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ പാപികൾ നീതിമാന്റെ സഭയിൽ നടന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പകൽക്കാലത്ത് ഒരുപാട് ആമേൻ ദൈവവചനം നമുക്ക് മുമ്പിലുണ്ട്. ആമേൻ. ഇത്രത്തോളം കർത്താവ് ഞങ്ങളോട് കർത്താവ് സംസാരിച്ചല്ലപ്പാ. നന്ദി പറയും. ഞങ്ങളുടെ സഭയെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയാണ്. നിങ്ങൾ പ്രാരംഭത്തിൽ വായിച്ചു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമെന്ന് പറയുവാനിടയിൽ ലോകപ്രകാരം നമ്മൾ നടക്കുകയാണെങ്കിൽ അത് നശിച്ചു പോകും. ദൈവം ലോകപ്പമേൻ ഹല്ലേലൂയ. ഇന്ന് ഈ നശ്വരമായ ലോകത്തിൽ അനേകർ പരശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പരശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ലോകപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടാൽ ലോകക്കാർ വന്ന് ചോദിക്കുന്നത്, ലോകത്തെ നശിപ്പിക്കുന്നവരാണോ നിങ്ങൾ? ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ പറയുന്നത്? നശിച്ചു പോകുമെന്നാണോ? നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ ദൈവഹിതപ്രകാരം പോകാത്തവരെയാണ് നശിച്ചു പോകുമെന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതെയും അനുസരിക്കാതെയും അനുഗമിക്കാതെയും അവനിൽ വിശ്വസിക്കാതെയും പോയാൽ ആരായിരുന്നാലും നശിച്ചു പോകും. പ്രവാചകനായിരുന്നാലും, പ്രഭാഷകനായിരുന്നാലും, രാജാവായിരുന്നാലും, ന്യായാധിപനായിരുന്നാലും, ഏതൊരു ശ്രേഷ്ഠനായിരുന്നാലും, ഏതൊരു അധിപതിയായിരുന്നാലും നശിച്ചു പോകും. ദൈവത്തിൽ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ആമേൻ. കഴിഞ്ഞ നാളിൽ ഒരു ക്ലിപ്പിലൂടെ ഞാൻ കേൾക്കുവാനിടയിൽ തീർന്നത്, ആമേൻ, സമൂഹ മാധ്യമത്തിലുള്ളവർ ഒരു സഭാ സംഘടന ആസ്ഥാനത്തിലേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ആമേൻ ലോകം നശിച്ചു പോകുമെന്ന്, ആമേൻ ലോകപ്രകാരമുള്ളവർ നശിച്ചു പോകുമെന്ന് പ്രസംഗിക്കുന്നവർ? അവിടെ നിന്നൊരു അഡ്വക്കേറ്റ് ആകുന്ന ഒരു ദൈവാസം വന്നിട്ട് അഡ്വക്കേറ്റാണ് കുറെ ന്യായങ്ങൾ പറഞ്ഞ് അവൻ്റെ വായ അടയ്ക്കുവാനിടയിൽ തീർന്നു. ദൈവഗത പ്രകാരം ജീവിക്കുന്ന ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഗത പ്രകാരം ജീവിച്ചില്ലെങ്കിലാണ് നശിച്ചു പോകുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവഗത പ്രകാരം ജീവിച്ചാൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ പാതയിൽ പോകരുത്, ദുർജനത്തിന്റെ വഴിയിൽ നിൽക്കരുത്. എല്ലാം ഒഴിഞ്ഞു നടക്കുക. നമ്മള് ദൈവമക്കൾക്കൊരു പാതയുണ്ട്, ജീവന്റെ പാത, രക്ഷയുടെ പാത, വിവേകത്തിന്റെ, സൽബുദ്ധിയുടെ, പരിജ്ഞാനത്തിന്റെ പാത. ദുർജനത്തിന്റെ പാതയല്ല. കർത്താവേ, ഇന്ന് പകൽക്കാലത്തില് അങ്ങ് ഞങ്ങളോട് അല്പമായി സംസാരിച്ചുവല്ലോ. പിന്നെയും ഞങ്ങളോട് സംസാരിക്കണം അപ്പാ. ഞങ്ങൾ ഒരുമിച്ച് അപ്പാ അങ്ങയുടെ വചനങ്ങൾ കേട്ടനുസരിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കലത്തില് മാവ് കുറയരുത്, ഭരണിയിൽ എണ്ണ കുറയരുതേ കർത്താവേ. അങ്ങ് ഒരുക്കിയിരിക്കുന്നതൊക്കെയും പ്രാപിച്ചെടുത്തുകൊണ്ട് സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ കർത്താവേ നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ അങ്ങ് നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ധൈര്യവും ഉറപ്പും ധൈര്യമുള്ളവരായി നിർത്തണമേ. ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ കർത്താവേ. ഞങ്ങളുടെ സഭയെ മുഴുവനും ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. യേശുവേ, അങ്ങ് പകൽക്കാലത്തിൽ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ മുഴുവൻ പേര് ധന്യമാക്കിയാലും എല്ലാവരെയും അനുഗ്രഹിച്ചാലും അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ അങ്ങയുടെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്.
ഭക്തൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. സമർപ്പണം ചെയ്യുകയാണ്. ഞങ്ങളുടെ സഭയിലെ മുതിർന്നവരെയും യുവതി യുവാക്കളെയും ബാല്യക്കാരെ, കൗമാരപ്രായ, ശൈശവപ്രായത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും പിതാവേ, സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ഈ ശബ്ദം പിന്നെയും പലപ്പോഴായി ഞങ്ങളുടെ സ്നേഹിതന്മാരൊക്കെ കേൾക്കുമല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു, എല്ലാവരെയും മുട്ടിവെച്ചാലും എല്ലാവരെയും ഉയർത്തിയാലും ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങേ ശരണപ്പെട്ടുകൊണ്ട് നാളുകളിൽ ജയത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. മാനവഭക്തം